ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെപ്പ് വിത്ത് ആൻജിസ്. ഞാൻ ആൻജിസ്. നിങ്ങളൊരു അധ്യാപക വിദ്യാർത്ഥിയോ അധ്യാപകരോ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്കായിരിക്കും കേട്ടറ്റ്. എന്താണ് കേട്ടറ്റ് എന്നും അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും യോഗ്യത നേടുന്നതിന് എത്ര മാർക്ക് ആവശ്യമാണെന്നുമൊക്കെ തുടക്കക്കാർക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള ലളിതമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായി എന്താണ് കേട്ടറ്റ് എന്ന് നമുക്ക് നോക്കാം. കേരള സർക്കാർ അല്ലെങ്കിൽ കേരള പരീക്ഷാ ഭവൻ നടത്തുന്ന ഒരു യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? 2009 RTE ആക്ട് അധ്യാപകരുടെ നിയമന കാര്യത്തിൽ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധ്യാപകരായി നിയമിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അധ്യയനത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുവാനുള്ള അത്യാവശ്യ അഭിരുചിയും കഴിവും ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിൽ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ തലങ്ങളിൽ അധ്യാപകരായി നിയമിക്കപ്പെടാനുള്ള നിലവാരം നിർണ്ണയിക്കുന്നതിനായി നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ്. കേട്ടറ്റ് എന്ന വാക്കിൻ്റെ ഫുൾ ഫോം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ്. ഓക്കെ, എന്താണ് കേട്ടറ്റ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അടുത്തത് നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. 4 കാറ്റഗറികളിലായാണ് കേട്ടറ്റ് പരീക്ഷ നടത്തപ്പെടാറുള്ളത്. ഓരോ കാറ്റഗറിയുടെയും ക്വാളിഫിക്കേഷനെ പറ്റി നമുക്ക് വിശദമായി തന്നെ നോക്കാം. കാറ്റഗറി 1 ലോവർ പ്രൈമറി ആണ്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ അധ്യാപകരെ യോഗ്യരാക്കുന്ന പരീക്ഷയാണ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2-ൽ 45% മാർക്കും കൂടാതെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ അഥവാ DLED അല്ലെങ്കിൽ TTC ആണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷനായി കാറ്റഗറി 1-ന് പറയുന്നത്. രണ്ടാമത്തേത് കുറഞ്ഞത് 50% മാർക്കോടെ ഹയർ സെക്കൻഡറിയും 4 വർഷത്തെ BLED ബാച്ചിലർ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷനുമാണ്. അടുത്ത ഓപ്ഷൻ കുറഞ്ഞത് 50% മാർക്കോടെ ഹയർ സെക്കൻഡറിയും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ 2 വർഷത്തെ ഡിപ്ലോമയുമാണ്. ഇത്രയാണ് കാറ്റഗറി 1-ൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. കാറ്റഗറി 2 അപ്പർ പ്രൈമറി ലെവലാണ്. 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യതാ പരീക്ഷയാണിത്. കുറഞ്ഞത് 45% മാർക്കോടെ BA, BSc, BCom എന്നിവയിലെ ഒരു പ്രോഗ്രാമും 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷനുമാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. കുറഞ്ഞത് 50% മാർക്കോടെ BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom, 1 വർഷത്തെ BEd എന്നതാണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. 50% മാർക്കോടെ +2 കൂടാതെ 4 വർഷത്തെ BLED ആണ് അടുത്ത ക്വാളിഫിക്കേഷൻ. 50% മാർക്കോടെ +2 കൂടാതെ BAed, BSced, BA BEd, BSc BEd മുതലായ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളൊക്കെയാണ് അടുത്ത ക്വാളിഫിക്കേഷനായി വരുന്നത്. കാറ്റഗറി 3ലേക്ക് വരുമ്പോൾ അത് ഹൈസ്കൂൾ ടീച്ചേഴ്സിനുള്ള യോഗ്യതാ പരീക്ഷയാണ്. ക്ലാസ് 9 മുതൽ 10 വരെയാണ് വരുന്നത്. ബന്ധപ്പെട്ട വിഷയത്തിൽ 50% മാർക്കോടെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഉണ്ടായിരിക്കണം. അതേ വിഷയത്തിൽ തന്നെ ഒരു BEdും വേണം. അല്ലെങ്കിൽ കുറഞ്ഞത് 45% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു BA അല്ലെങ്കിൽ ഒരു BSc ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു BEdുമാണ് ആവശ്യം. കാറ്റഗറി 4ലേക്ക് വരുവാണെങ്കിൽ ലാംഗ്വേജ് ടീച്ചേഴ്സിനും സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിനും വേണ്ടിയിട്ടാണ് കേട്ടറ്റ് കാറ്റഗറി 4 നടത്തുന്നത്. അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു പോലുള്ള ഭാഷകൾക്ക് ബന്ധപ്പെട്ട ഭാഷയിൽ ഒരു ബിരുദവും ഒരു BEdുമാണ് ആവശ്യം. ഫിസിക്കൽ എഡ്യൂക്കേഷന് BPEd അല്ലെങ്കിൽ DPEd, ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് BPEd, ഡിപ്ലോമ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് DPEd. കലാധ്യാപകർക്ക് കേരള വിദ്യാഭ്യാസ നിയമങ്ങൾ പ്രകാരമുള്ള യോഗ്യതയുമാണ് ആവശ്യമായി വരുന്നത്. ഇനി മിക്ക സ്റ്റുഡൻസിനും സംശയമുള്ള ഒരു കാര്യമാണ്, അധ്യാപക വിദ്യാർത്ഥികൾക്ക് TTC അല്ലെങ്കിൽ DLED, BEd ഒക്കെ പഠിക്കുന്ന അധ്യാപക വിദ്യാർത്ഥികൾക്ക് പഠിക്കുമ്പോൾ തന്നെ പരീക്ഷയ്ക്കായി അപേക്ഷിക്കാമോ, പരീക്ഷ എഴുതാമോ എന്നത്. നിങ്ങൾക്കുള്ള ഉത്തരമാണ് കേരളത്തിൽ അധ്യാപക വിദ്യാഭ്യാസ പരിപാടികളിൽ അവസാന വർഷം അല്ലെങ്കിൽ അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് കേട്ടറ്റ് പരീക്ഷ എഴുതാൻ അനുമതിയുണ്ട്. DLED അല്ലെങ്കിൽ TTC സ്റ്റുഡൻസിന് അവസാന വർഷം മുതൽ പരീക്ഷയ്ക്കായി അപേക്ഷിക്കാവുന്നതാണ്. അതായത് സെക്കൻഡ് ഇയറിൽ 3rd സെമസ്റ്റർ മുതൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനും പരീക്ഷ എഴുതാനും നിങ്ങൾക്ക് സാധിക്കും. BEd സ്റ്റുഡൻസിനും അവസാന വർഷം മുതൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. 2 വർഷത്തെ BEd ചെയ്യുന്നവർക്ക് സെക്കൻഡ് ഇയറിലും 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 4-ാം വർഷത്തിലും പരീക്ഷയ്ക്കായി അപേക്ഷിക്കാവുന്നതും എഴുതാവുന്നതുമാണ്. ഒരു പക്ഷേ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടറ്റ് പാസ്സായാൽ കോഴ്സ് പൂർത്തിയായി അതിൻ്റെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഹാജരാക്കിയാൽ മാത്രമേ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരാണ് നിങ്ങളെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1 നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല.
അതുപോലെ സി-ടെറ്റ് എലിമെൻ്ററി സ്റ്റേജ് പാസ്സായവരാണെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 2-ൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. നെറ്റ്, സെറ്റ്, എംഫിൽ, PhD, എം.എഡ് മുതലായവയിൽ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെ നിങ്ങൾ നേടേണ്ട ആവശ്യമില്ല. കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യത നേടിയവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. സോ ഹൈസ്കൂൾ അധ്യാപകരാകാനുള്ള യോഗ്യത നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് UPയിലും പഠിപ്പിക്കാം. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നേടിയിട്ടുള്ളവർ LP, UP അധ്യാപന നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. നന്നായി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറി നേടിയെടുക്കുമ്പോൾ തന്നെ അടുത്ത കാറ്റഗറിയും ഈസിയായി നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുപോലുള്ള ഒരു സംശയമാണ്, എത്ര മാർക്ക് വേണം പാസ്സാവാൻ? യോഗ്യത നേടുന്നതിനുള്ള മാർക്കാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്കാകെ പരീക്ഷ നടക്കുന്നത് 150 മാർക്കിലായിരിക്കും, 150. അതിൽ ജനറൽ കാറ്റഗറിക്ക് 60% മാർക്ക്, അതായത് 150-ൽ 90 മാർക്ക് മേടിക്കണം ജനറൽ കാറ്റഗറിക്ക് പരീക്ഷ പാസ്സാകാൻ. SC, ST, OBC, OEC വിഭാഗങ്ങൾക്ക് 55%, അതായത് 82 മാർക്കും PH വിഭാഗങ്ങൾക്ക് 50% മാർക്ക്, അതായത് 75 മാർക്കുമാണ് പാസ്സാകാൻ ആവശ്യമായിട്ടുള്ളത്. കേട്ടറ്റ് പരീക്ഷ പലപ്പോഴും ഈസിയാണെന്ന് പറയുന്നതിനുള്ള കാരണം PSC പരീക്ഷകൾ പോലെയോ മറ്റ് പരീക്ഷകൾ പോലെയോ ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. സോ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷയിലെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ അത്തരം ചോദ്യങ്ങൾക്കുള്ള മാർക്കിളവ് പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഒരുപോലെ നൽകുന്നതാണ്. ഒഴിവാക്കുന്ന ചോദ്യത്തിൻ്റെ മാർക്ക് കൂടി ചേർത്ത് 150 മാർക്കിൽ തന്നെയായിരിക്കും മൂല്യനിർണ്ണയം നടത്തുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തവണ കേട്ടറ്റ് പരീക്ഷ വിജയിച്ചവർക്ക് വീണ്ടും അതേ കാറ്റഗറിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അതായത് ജനറൽ കാറ്റഗറിക്ക് 90 മാർക്ക് കിട്ടിയാലും 150 മാർക്ക് കിട്ടിയാലും കേട്ടറ്റ് പരീക്ഷയിൽ യോഗ്യരാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, 90 മാർക്കാണ് നിങ്ങളുടെ യോഗ്യതയെങ്കിൽ നിങ്ങൾ 90 മാർക്കിന് വേണ്ടി പഠിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 100 മാർക്കിനുള്ളതെങ്കിലും പഠിക്കുക. പലപ്പോഴും നടക്കുന്ന ഒരു കാര്യം, 90 മാർക്ക് വേണ്ടെടുത്ത് 88 89 മാർക്ക് കിട്ടി പരീക്ഷ പാസ്സാകാതെ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇനി നോക്കാം, കേട്ടറ്റ് പരീക്ഷ എഴുതുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് എക്സാം പാറ്റേൺ. ഓരോ വിഷയത്തിനും ഓരോ പോർഷനും എത്ര മാർക്ക് വീതമാണ് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ പറയുന്നതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മറക്കാതെ ചാനൽ ഫോളോ ചെയ്യുക, എല്ലാ വീഡിയോസും മറക്കാതെ തന്നെ കാണുക കേട്ടോ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിലബസ്. കറക്റ്റ് സിലബസ് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് സിലബസിൽ വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. മാർക്കിംഗ് സ്കീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 150 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. പിന്നെ വരുന്നത് PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി തറവായി തന്നെ നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് പഴയ ചോദ്യപേപ്പറുകളിൽ നിന്ന് തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ ഒരു 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ പേപ്പറുകളിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കേട്ടറ്റ്, സി-ടെറ്റ്, LP, UP പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും മെച്ചപ്പെടുത്തലുകളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പ്രപ്പ് വിത്ത് ആൻജിസ് എന്ന പേരിൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടെയുണ്ട്. നിങ്ങൾ അതും ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു, ടാറ്റാ.